ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാസ്തുപരമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം, അതായത് ശ്രീകോവില്, അത് ശിരസായും കൊണ്ടും അതിൻ്റെ മുൻപിലുള്ള മണ്ഡപം അത് കണ്ഠമായും കൊണ്ടും വല്യമ്പലം അത് മാറായും കൊണ്ടും ഗോപുരം പാദമായും കൊണ്ടുമാണ് ആ ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നത് എന്നാണ്. 4 ഭാഗത്തും ചില മഹാക്ഷേത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. നേരത്തെ തന്ത്രി സൂചിപ്പിച്ചതുപോലെ മഹാക്ഷേത്രങ്ങൾ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വലിയൊരു ഭാഗത്ത് ഭൂമിയിൽ മഹാക്ഷേത്രങ്ങൾ ഉണ്ടാവും, ദേശക്ഷേത്രങ്ങൾ ഉണ്ടാവും, ഉപക്ഷേത്രങ്ങൾ ഉണ്ടാവും, പിന്നെ ഓരോ സമൂഹത്തിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളും ഉണ്ടാവും. അപ്പം ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ 4 ഭാഗത്തും ഗോപുരം ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിധി നിശ്ചയിക്കപ്പെട്ട ഈ സ്ഥലത്ത് മുഴുവൻ ആ ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ക്ഷേത്രേശൻ അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ ഈ ഒരു ഭാഗം മുഴുവനായും കൊണ്ട് ചൈതന്യം നിലനിർത്തി കൊണ്ടുപോകുന്നു. അത് വിശിഷ്ടമായിട്ടുള്ള താന്ത്രിക ക്രിയയിലൂടെയാണ് അത് വരുന്നത്. അതായത് സാധാരണ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയെ പ്രതിഷ്ഠാവേളയിൽ സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം, അതായത് ആകൽപ്പാന്തം, ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹാശിസുകളും ചൊരിയുന്നതിനായും കൊണ്ട്, ക്ഷേമം നൽകുന്നതിനായും കൊണ്ട്, അനുഗ്രഹ നിഗ്രഹ കലകളോടുകൂടി നിലകൊള്ളണം എന്നുള്ള നിലയ്ക്ക് പ്രാർത്ഥിച്ചിട്ടാണ് ആ ബിംബത്തിലെ ആ പരമാത്മ ചൈതന്യത്തിനെ സന്നിവേശിപ്പിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ പരമാത്മ ചൈതന്യത്തിനെ അതിർത്തി നിശ്ചയിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ചുരുക്കി കൊണ്ടുവന്നുകൊണ്ട് ഈ മതിലാകത്ത് മാത്രമായും കൊണ്ട് 4 ഭാഗവും നോക്കിക്കഴിഞ്ഞാൽ മതിലാകത്ത് 4 ഭാഗത്ത് ഓരോ ഗോപുരം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഗോപുരത്തിൻ്റെ ഉള്ളിലായും കൊണ്ട് ഈ ചുറ്റുമതിലിൻ്റെ ഉള്ളിലായും കൊണ്ട് നിലനിർത്തുക. മുകളിലോട്ട് ക്ഷേത്രത്തിൻ്റെ താഴികക്കുടം, അതായത് സ്തൂപിക, അതുവരെയായും കൊണ്ടും നിലനിർത്തുക. അങ്ങനെ ക്ഷേത്രത്തിന് ഒരു വാസ്തു ഘടന ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ചൈതന്യത്തിനെ നിലനിർത്തി കൊണ്ടുപോവുകയാണ് ഈ നവീകരണ കലശത്തിൽ ചെയ്യുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വിവിധങ്ങളായിട്ടുള്ള ലോപങ്ങൾ, അതായത് ചൈതന്യത്തിന് ഏറ്റ ലോപങ്ങൾ, പ്രഹരങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അതിനൊക്കെ വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തുകൊണ്ട് നിലവിലുള്ള ചൈതന്യത്തിനെ പൂർവാധികം ശക്തിയായും കൊണ്ട് പുതുക്കിക്കൊണ്ടുവരികയാണ് നവീകരണ കലശത്തിൽ ചെയ്യണത്. 3 ഘട്ടായും കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മളെ ശരീരം പോലെ തന്നെയാണ്. നമുക്ക് ഒരു ദേഹമുണ്ട്, ഇല്ലേ? ഈ ദേഹം നമുക്കിങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? നമുക്കൊരു ഭാരമില്ലാത്ത രീതിയിൽ ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? ആ ദേഹത്തിലൊരു ദേഹി വരുമ്പോഴാണ്. അതായത് ഒരു ആത്മചൈതന്യം, അതായത് നമ്മുടെ ജീവാത്മാവ് ശരീരത്തിൽ കുടികൊള്ളുമ്പോഴാണ് നമുക്കിതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രം എന്ന് പറയുന്ന ഈ സങ്കേതം ആ ദേവൻ്റെ ശരീരമാണ്. അതിൻ്റെ ജീവാത്മാവ് കുടികൊള്ളുന്നത് ബിംബത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഇനി ക്ഷേത്ര സംസ്കാരത്തിലേക്ക് നമുക്ക് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കിടക്കാം കേട്ടോ. സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കരിക്കപ്പെട്ട ഒരു കൂട്ടം മര്യാദകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള, സംസ്കരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കാലങ്ങളെ കൊണ്ട് പദ്ധതിയാക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ്, നമുക്ക് ചെയ്യേണ്ടതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് സംസ്കാരം എന്ന് പറയുന്നത്. അത് പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ക്ഷേത്രത്തിനകത്ത്, അതായത് ഈ ചൈതന്യം കുടികൊള്ളുന്ന ഈ സങ്കേതത്തിനകത്ത് കൂടെ നമ്മൾ നമ്മൾ ചലിക്കാൻ. അപ്പോൾ അത് അടുത്തൊരു ഘട്ടത്തിൽ ഞാൻ പറയാം. അതിന് മുന്നേ എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള കാര്യം എന്താ പറഞ്ഞാൽ, ഈ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ, ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ ശരീരത്തിൻ്റെ നിയന്താവ്, അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ നിയന്താവ് നമ്മുടെ ജീവാത്മാവാണെന്ന് പറഞ്ഞ പോലെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ ശരീരത്തിൻ്റെ നിയന്താവ് ക്ഷേത്രജ്ഞനാണ്. ആ ക്ഷേത്രജ്ഞന് നമ്മൾ ക്ഷേത്രം തന്ത്രി പ്രതിഷ്ഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പരമാത്മസ്വരൂപമായിട്ടുള്ള ചൈതന്യത്തിനെ തന്നെയാണ് അവിടെ കുടികൊള്ളിക്കുന്നത്. ആ ചൈതന്യം പരബ്രഹ്മ തുല്യമായിട്ടുള്ള ചൈതന്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൈതന്യത്തിന് വികാരങ്ങൾ ഉണ്ടാവില്ല. എല്ലാം ഉണ്ട്, അറിയുന്ന വ്യക്തിയാണ്, പക്ഷേ അതൊന്നും പ്രകടിപ്പിക്കില്ല.
വിചാരവികാരങ്ങൾ പ്രകടിപ്പിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള വിചാരവികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതായിട്ട് നമ്മൾ തൊഴുന്ന സമയത്ത് നമുക്ക് തോന്നിയാൽ പോലും അത് ആ ചൈതന്യത്തിന് ഏൽക്കുന്ന ലോപം തന്നെയാണ്. ആ ചൈതന്യത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉൾക്കൊള്ളുന്നു. ഒരു വിചാരവും വികാരവും പ്രത്യേകിച്ച് മുന്നോട്ട് ഇല്ലേനും. അപ്പം നമുക്കിപ്പോൾ ആ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി കരയണതായിട്ടോ ചിരിക്കണതായിട്ടോ മറ്റെന്തെങ്കിലും ഒരു വികാരം കൊള്ളുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ പോലും അത് ആ ക്ഷേത്രജ്ഞൻ്റെ ചൈതന്യത്തിന് ലോപം ഉണ്ടാക്കും എന്നാണ് തന്ത്രശാസ്ത്രം പറയണത്. അപ്പം അതിനെയാണ് ഈ അത്ഭുത ശാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോമം കഴിച്ചിട്ട്, പ്രായശ്ചിത്ത ഹോമം കഴിച്ചിട്ട് അതിൻ്റെ കലശാടും. അത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഭക്തസമൂഹത്തിനോ അല്ലെങ്കിൽ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആർക്കും തോന്നിയാൽ അതിനൊരു പരിഹാരമാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇനി അതുപോലെ ക്ഷേത്രത്തിനകത്ത് ഈ വാസ്തു ശുദ്ധി ആയിക്കൊണ്ട് നിലനിർത്തുന്ന സമയത്ത് ക്ഷേത്രത്തിനകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത പലവിധ കാര്യങ്ങളുണ്ട്. അതായത് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്ന കൂട്ടം ജീവികളുണ്ട്. അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് ഉണ്ടാകുന്ന ലോപങ്ങൾക്ക് പരിഹാരമായും കൊണ്ടാണ് ശ്വശാന്തി ഹോമം കഴിക്കുന്നത്. അതുപോലെ ചോരന്മാർ എന്ന് പറഞ്ഞാൽ കള്ളന്മാർ ക്ഷേത്രത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും കാലത്ത് ഒക്കെ വന്ന് പോയിട്ടുണ്ടാവും. അപ്പം അതും ക്ഷേത്രജ്ഞന് ഒരു ചൈതന്യലോപം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അതിനാണ് ചോരശാന്തി ഹോമം.